ദീപക് എസ് ജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർച്ച് 1 ഓക്കെ, എൻ്റെ ഫോണിൽ ഞാൻ ഡേറ്റ് കാണിച്ചു തരാം. കണ്ടല്ലോ, ഫ്രൈഡേ മാർച്ച് 1. ഓക്കെ, സോ നമ്മൾ ഇന്ന് SCERT ഏറ്റവും സിമ്പിളിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ബുക്കാണ് നോക്കാൻ പോകുന്നത്. സോ ഇന്ന് എൻ്റെ കയ്യിലുള്ള ബുക്കിൻ്റെ പേര് റാങ്ക് മേക്കർ വിദ്യാലയം എന്നാണ്. SCERT സ്റ്റാൻഡേർഡ് 5 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലിരിക്കുമ്പോൾ ഇതെല്ലാ PSC എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മോർ PSC വീഡിയോസിനായി. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് ബുക്കിൻ്റെ ഫ്രണ്ട് കവർ. നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഫോർ ഓൾ PSC എക്സാംസ്, പ്രിലിംസ് ആൻഡ് മെയിൻസ്, റാങ്ക് മേക്കർ വിദ്യാലയം, SCERT 5 മുതൽ 10 വരെയാണ്. പിന്നെ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ബുക്ക് യൂസ്ഫുൾ ആവണ ആർക്കാണെന്ന് ചോദിച്ചാൽ LTC, LGS മെയിൻസ് ആ എക്സാം വരുന്നവർക്കും ഡിഗ്രി ലെവൽ പ്രിലിംസുകാർക്കും. ഓക്കെ, ആൻഡ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, നവോത്ഥാനം, ലോക ചരിത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, പൊതുഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, പൗരധർമ്മം, ഭരണഘടന, സമൂഹശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, IT. അപ്പം ഇത് കണ്ട ചെറിയ ബുക്കായിട്ട് തോന്നുമെങ്കിലും ഇത് കുറച്ചുണ്ട് പഠിക്കാനായിട്ട്. ഓക്കെ, ഞാൻ ഇതുവരെ ഇത് സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ മേടിച്ചിട്ട് തന്നെ കുറേ ഒരു 3-4 മാസമാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബുക്ക് റാങ്ക് മേക്കർ വിദ്യാലയം. ഇതിൻ്റെ ഓഥർ സുജേഷ് പുറക്കാട് സാറാണ്. ആൻഡ് ഇതാണ്, അതിലൊരു ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ 60 ദിവസത്തിൽ എങ്ങനെ തീർക്കാം എന്നുള്ളൊരു ടൈം ടേബിളാണ്. അപ്പം ഫ്രണ്ടിൽ ആദ്യം കിടക്കുന്ന ടൈം ടേബിൾ തന്നെയാണ്. ഓക്കെ, Day 1, Day 2, Day 3, Day 4 എന്ന് പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 60 ദിവസത്തിൽ തീർക്കണമെങ്കിൽ ഒരു ദിവസം ഇവർ പറയുന്ന പേജ് നമ്പറും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. കുറേ പേജുണ്ട്, അതായത് ഒരു 30 to 40 പേജ് ഒക്കെ ചില ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ 60 ദിവസത്തിൽ തീരുള്ളൂ. ചില ദിവസം കുറവാണ് പേജസ്. ഓക്കെ, സോ ഇതാണ് ടൈം ടേബിൾ. ഇതുപോലെ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ആൻഡ് ഇതാണ് എൻ്റെ ഇൻഡെക്സ്. ആദ്യം കൊടുത്തിരിക്കുന്ന ആധുനിക ഇന്ത്യ ചരിത്രം, പിന്നെ മധ്യകാല ഇന്ത്യ ചരിത്രം, പ്രാചീന ചരിത്രം. മൊത്തം വായിക്കുന്നില്ല എന്നുള്ളൊരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഇൻഡെക്സ്. കണ്ടല്ലോ, ആൻഡ് പേജ് കണ്ടല്ലോ, 699. അപ്പം ടോട്ടൽ 700ഓളം പേജുള്ളൊരു ബുക്കാണിത്. ഓക്കെ, ആൻഡ് നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ബുക്കിൻ്റെ ഡീറ്റെയിൽസും എന്നൊക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുണ്ട്, ഈ ബുക്കിൻ്റെ പേജ് ക്വാളിറ്റി, പേജ് ഒട്ടും കട്ടിയില്ല. ഓക്കെ, പേജ് അതുകൊണ്ട് പെട്ടെന്ന് കീറിപ്പോയുള്ള ചാൻസ് ഉണ്ട്, സൂക്ഷിച്ച് ഉപയോഗിക്കുക. പേജിന് കുറച്ച് കട്ടി കുറവാണ്. ആൻഡ് പിന്നീട് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഫോണ്ട് സൈസ് സാധാ ബുക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ്. ഓക്കെ, തീരെ ചെറുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, സാധാ ബുക്സ് വെച്ച് നോക്കുമ്പോൾ ഫോണ്ട് കുറച്ച് ചെറുതാണ്. കാരണം ഇത്രയും കണ്ടൻറ്റ് അവർക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഈ ചെറിയ ബുക്കിൽ. സോ മീഡിയം സൈസ് ഫോണ്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ മൊത്തം ചാപ്റ്റർ അവർ കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് കാണാം, ക്ലാസ് 9 പാഠം 6 സമന്വയത്തിൻ്റെ ഇന്ത്യ. നിങ്ങൾക്ക് കാണാം, കണ്ടല്ലോ, പോയിൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ചാപ്റ്റർ എത്ര പേജ് പോകുന്നെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഒരു 4-5 പേജ് ആ ചാപ്റ്റർ തീർന്നു. അടുത്ത് പ്രാചീന ഇന്ത്യ ചരിത്രം, അത് 5ാം ക്ലാസ്സിൻ്റെ ഒരു പാഠമാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചേ ഉള്ളൂ, 5ാം ക്ലാസ്സിൻ്റെ പാഠമായതുകൊണ്ട് ഒരു പുറത്ത് തന്നെ തീരുന്നു. പ്രാചീന തമിഴകം ഉണ്ടാവും, 2 പേജ് എടുക്കുന്നു. ആൻഡ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊക്കെ ഹിസ്റ്ററിയാണ്. ഓക്കെ, കാലത്തിൻ്റെ കയ്യൊപ്പുകൾ, ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിട്ട് ഇവർ കണ്ടോ, 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ക്ലാസ് 5 പാഠം 4, ക്ലാസ് 6 പാഠം 4. ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട്. അതൊരു ചാപ്റ്ററാണ്. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി ക്ലാസ് 6 പാഠം 12 കണ്ടോ, ഇത്രയേ ഉള്ളൂ. 1/2 പേജൊക്കെ ഉള്ളൂ ചില ചാപ്റ്റേഴ്സ്. സോ ടോട്ടൽ ഇത് നോക്കുമ്പോൾ ഒരു വലിയ ബുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം, ആവശ്യത്തിനുണ്ട്.
ഇത് 2 മാസം, അതായത് 60 ഡേയ്സിൽ പഠിച്ചു തീരണമെങ്കിൽ അത്രയും ഫോക്കസ്ഡ് ആയിട്ടിരുന്നാലേ 60 ഡേയ്സ് തീരുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണാം. അതായത് ഒരു ദിവസം, ചില ദിവസങ്ങളിൽ 35 പേജ് സാധനം കവർ ചെയ്യേണ്ടി വരും, എങ്കിൽ മാത്രമേ 60 ഡേയ്സിൽ തീരത്തുള്ളൂ. ഓക്കെ, സോ ഇത് സാധാ ഒരാൾക്ക് 3 മാസമോ 4 മാസമോ ഒക്കെ എടുക്കാം തീരാൻ. ആൻഡ് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ആൻസർ ഉണ്ടോ എന്നും കൂടെ നോക്കട്ടെ. ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മേ ബി ആൻസർ ലാസ്റ്റ് പേജിൽ എന്തായാലും കാണും. ഓക്കെ, നോക്കട്ടെ. മുൻകാല ചോദ്യങ്ങൾ ഇപ്പം നമുക്കിത് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ആൻഡ് ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടില്ല. ഓക്കെ, എനിക്കറിയില്ല, ഒറ്റ നോട്ടത്തിൽ ആൻസർ കൊടുത്തിട്ടില്ല ഈ മുൻകാല ചോദ്യങ്ങളുടെ. ഉണ്ടോ, നിങ്ങൾ കണ്ടല്ലോ, ഇത് ക്വസ്റ്റ്യൻസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ ഇല്ല. അപ്പോൾ ഇവർ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഈ ബുക്ക് പഠിച്ചിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിരിക്കും. ഓക്കെ, ആൻസർ ഇല്ല. ഓക്കെ, സോ നമുക്കതൊന്നും കൂടെ കൺഫേം ചെയ്യണം, ആൻസർ ഉണ്ടോ ഇല്ലയെന്ന്. കേസിന് ആൻസർ ഒന്നും കണ്ടില്ല. ഇതിൽ ഇരിക്കും പോലെ മുൻകാല ചോദ്യ പേപ്പറുകളാണ് ഉള്ളത്, 2017 തൊട്ട് 2021 വരെയുള്ള. ആൻസർ ഒന്നും ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ല. ആൻസർ കീ ആയിട്ട് കണ്ടോ, ആൻസർ കീ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. ഇനി ഏതെങ്കിലും പേജിന് ഇടയിലുണ്ടോ എന്നറിയില്ല. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ ഞാൻ ആൻസർ കീ കണ്ടില്ല. സോ ടോട്ടലി ഇതൊരു 200ഓളം പേജുള്ള ഒരു ബുക്കാണ്. നമ്മുടെ ബുക്ക് കണ്ടോ, ഷോറൂം കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. സോ വേണമെന്നുള്ളവർ മേടിക്കുക. അതായത് SCERT ഇത് വായിച്ചിട്ടില്ലാത്ത ബിഗിനേഴ്സിന് ഈ ബുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ SCERTക്ക് ഇതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഫുള്ളായിട്ട് പറയാനില്ല. അത് നിങ്ങളുടെ ഒപ്പീനിയൻ പോലെ ചെയ്യുക. ആൻഡ് ഇത് ഒരു ബുക്ക് റിവ്യൂ ആയിരുന്നു. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ ഫ്രം ദീപക് കൃഷി ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.